നമസ്കാരം. ദേശീയം സർവ്വദേശീയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. തെരഞ്ഞെടുപ്പ് അടുക്കുകയാണ്. കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് കൂട്ടപ്പലായനമാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയുമെല്ലാം അന്തം വിട്ടു നിൽക്കുന്നു. രാജ്യത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടി കോൺഗ്രസ് ആണ്. എന്നാൽ ഒരിക്കൽ പോലും ഏതെങ്കിലും ഒരു ജനകീയ വിഷയം മുൻനിർത്തി നരേന്ദ്രമോദി സർക്കാരിനെതിരെ സമരം ചെയ്യാൻ കോൺഗ്രസ് തയ്യാറായിരുന്നില്ല. യഥാർത്ഥ പ്രതിപക്ഷത്തിൻ്റെ ദൗത്യം ഏറ്റെടുത്തത് ഇടതുപക്ഷ പാർട്ടികളായിരുന്നു. ലോക്സഭയിലെ അംഗബലത്തിൽ കോൺഗ്രസ്സാണ് രാജ്യത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടി. എന്നാൽ മോദി സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾ ചെറുക്കുന്നതിൽ കോൺഗ്രസിൻ്റെ ചെറിയ സാന്നിധ്യം പോലും എവിടെയും കണ്ടില്ല. ന്യൂനപക്ഷങ്ങൾക്ക് നേരെ രാജ്യത്ത് വ്യാപകമായ അതിക്രമങ്ങൾ നടന്നു. തലസ്ഥാന നഗരിയായ ദില്ലിയിൽ നടന്നത് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആസൂത്രിത കലാപമായിരുന്നു. കലാപബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാൻ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി തയ്യാറായില്ല. അടുത്ത കാലം വരെ ഛത്തീസ്ഗഡ് ഭരിച്ചിരുന്നത് ഭൂപേഷ് ബാഗേലിൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാരായിരുന്നു. കോൺഗ്രസ് ഭരണകാലത്ത് ക്രിസ്ത്യൻ ദേവാലയങ്ങൾ വ്യാപകമായി തകർക്കപ്പെട്ടു. ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന അക്രമങ്ങളെ ശക്തമായി നേരിടാൻ ഭൂപേഷ് ബാഗേൽ സർക്കാർ തയ്യാറായിരുന്നില്ല. അടിസ്ഥാന വിഷയം മതപരിവർത്തനമാണെന്നതായിരുന്നു അന്നത്തെ കോൺഗ്രസ് സർക്കാരിൻ്റെ നിലപാട്. മോദി സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ ന്യൂനപക്ഷങ്ങൾ പ്രതിഷേധിച്ചിട്ടുണ്ട്. എന്നാൽ ആ പ്രതിഷേധങ്ങളെ മനുഷ്യത്വ വിരുദ്ധവും നിയമവിരുദ്ധവുമായാണ് BJP സർക്കാരുകൾ നേരിട്ടത്. ഇത്തരം ക്രൂരതകൾ തടയാൻ ഒരിക്കൽ പോലും കോൺഗ്രസ് നേതാക്കൾ എത്തിയില്ല. എന്നാൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഓടിയെത്തി. സർക്കാർ നേരിട്ട് സ്പോൺസർ ചെയ്തിരിക്കുന്ന കൊടും ക്രൂരതയാണ് കണ്ടിരിക്കുന്നത്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കമായാണ് ഇതിനെ പലരും കാണുന്നത് തന്നെ. ഭരണകൂടം തകർത്തെടുത്തിരിക്കുന്ന സാധാരണക്കാരുടെ കടകളും അതോടൊപ്പം തന്നെ മെഡിക്കൽ ഷോപ്പുകളും മറ്റ് ജീവനോപാധികളുമാണ് നമ്മൾ ഈ കാണുന്നത്. ഇടിച്ചു തകർത്തിരിക്കുകയാണ്. ബുൾഡോസർ കൊണ്ടുവന്ന് കർഫ്യൂവിൻ്റെ മറവിൽ മുഴുവൻ വസ്തുക്കളും മുഴുവൻ സ്വത്തുവകകളും ഇടിച്ചു തകർന്നു. ഇവിടെ ഈ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൻ്റെ നൂഹ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൻ്റെ എതിർവശത്തായി കാണുന്ന ഈ രണ്ട് വശങ്ങളിലും മുഴുവൻ ഇടിച്ചു നിരത്തിയിരിക്കുകയാണ്. ഇതിന് എങ്ങനെയാണ് മറുപടി പറയുക? 2002 ഗുജറാത്ത് കലാപത്തിന്റെ പിടിയിൽ അമർന്നു. സംഘപരിവാർ കലാപകാരികൾ അഴിഞ്ഞാടി. ബിൽക്കിസ് ബാനുമാർ കൂട്ടബലാത്സംഗത്തിന് ഇരയായി. പക്ഷേ പ്രതിഷേധിക്കാനോ സാന്ത്വനപ്പെടുത്താനോ ഒരിക്കൽ പോലും കോൺഗ്രസ് നേതാക്കൾ ഓടിയെത്തിയില്ല. 70കളുടെ രണ്ടാം പാദത്തിൽ ഗുജറാത്തിൽ ഉദിച്ചുയർന്ന കോൺഗ്രസ് നേതാവാണ് അഹമ്മദ് പട്ടേൽ. ഗുജറാത്ത് കലാപത്തിന് ശേഷം അഹമ്മദ് പട്ടേലിനെ ഗുജറാത്ത് രാഷ്ട്രീയത്തിൽ നിന്ന് അകറ്റി നിർത്തി. ജന്മനാടായ ബറൂച്ചിൽ നിന്ന് മത്സരിച്ച് ലോക്സഭാംഗമാകാൻ പട്ടേൽ ആഗ്രഹിച്ചിരുന്നു. മുസ്ലിമായ പട്ടേൽ മത്സരിച്ചാൽ ഗുജറാത്തിലെ ഹിന്ദുക്കൾ കോൺഗ്രസിൽ നിന്ന് അകലുമോ എന്നതായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ ആശങ്ക. ഗുജറാത്തിലെ മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസ് നിശ്ചലമായപ്പോൾ കലാപത്തിൻ്റെ ഇരകൾക്ക് നീതി ലഭിക്കാനായി ധീരമായി പോരാട്ടം നടത്തിയ സാമൂഹ്യ പ്രവർത്തകരുണ്ട്. തീസ്റ്റ സദൽവാദ്, RB ശ്രീകുമാർ എന്നിങ്ങനെ നിരവധി പേർ. കലാപം ആസൂത്രണം ചെയ്തവരെയും കലാപത്തിന് നേതൃത്വം നൽകിയവരെയുമെല്ലാം തെളിവുകളില്ല എന്ന കാരണം പറഞ്ഞ് കോടതികൾ വെറുതെ വിട്ടു. എന്നാൽ ഇരകൾക്ക് നീതി ലഭിക്കാനായി പോരാടിയ സാമൂഹ്യ പ്രവർത്തകർ വേട്ടയാടപ്പെട്ടു. തീസ്റ്റ സദൽവാദിനെയും RB ശ്രീകുമാറിനെയുമെല്ലാം BJP സർക്കാർ ജയിലിലടച്ചു. ഗുജറാത്തിൽ ഈ ക്രൂരകൃത്യങ്ങളെല്ലാം അരങ്ങേറിയപ്പോൾ BJP സർക്കാരിനെതിരെ ഒരക്ഷരം പോലും ശബ്ദിക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല. ഈ വിഷയത്തിൽ കോൺഗ്രസിന്
നിലപാടില്ലെന്ന് കോൺഗ്രസ് വക്താവ് മനു അഭിഷേക് സിംഗ്വി ട്വീറ്റ് ചെയ്തു. 2022 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് കുറെ കൊടും കുറ്റവാളികളെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചു. ഗുജറാത്ത് കലാപ സമയത്ത് ബിൽക്കിസ് ബാനുവിനെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിലെ കുറ്റവാളികളായ സംഘപരിവാറുകാരെയാണ് ജയിലിൽ നിന്ന് മോചിപ്പിച്ചത്. ഈ നിയമവിരുദ്ധ പ്രവൃത്തിക്കായി മോദി സർക്കാരും ഗുജറാത്ത് സർക്കാരും കൈകോർത്തു. എന്നാൽ ഇതിനെതിരെ പ്രതിഷേധിക്കാൻ കോൺഗ്രസ് നേതാക്കൾ തയ്യാറായില്ല. നിയമപോരാട്ടങ്ങളുടെ നേതൃത്വം ഏറ്റെടുത്ത ഒരു നേതാവുണ്ട്, സുഭാഷിണി അലി, CPIMന്റെ പൊളിറ്റ് ബ്യൂറോ അംഗം. സുപ്രീം കോടതിയിൽ സുഭാഷിണി അലി ഹർജി സമർപ്പിച്ചു. ഹർജിയിൽ വാദം കേട്ട സുപ്രീം കോടതി ബിൽക്കിസ് ബാനു കൂട്ടബലാത്സംഗ കേസിലെ കുറ്റവാളികളെ ജയിൽ മോചിതരാക്കിയ മോദി സർക്കാരിന്റെയും ഗുജറാത്ത് സർക്കാരിന്റെയും നടപടി റദ്ദാക്കി. കുറ്റവാളികളെ ജയിലിലേക്ക് തിരിച്ചയച്ചു. ലോക്സഭയിൽ വെറും 3 MPമാർ മാത്രമുള്ള ഒരു പാർട്ടിയാണ് CPIM. ആ പാർട്ടിയുടെ നേതാവായ സുഭാഷിണി അലിക്ക് ബിൽക്കിസ് ബാനുവിനെ നീതി ലഭ്യമാക്കാൻ സാധിച്ചു. Who are you running your government for? Is your government there to protect those who are being attacked, those who are weak, those who are poor? Or is your government there to protect those who are perpetrators of crimes, those who are rapists, those who are murderers? These are very important questions. So now, of course, we have to see whether the government of Gujarat is going to give protection to Bilkis Banu and her family, whether they're going to extend help to them, help them to live a peaceful life at least for some years, whether they're going to give her the compensation that has been ordered by the court earlier, and we have to see whether these criminals are going to be given an opportunity to appeal and what happens with that. But most important, we would like to tell the women in India who must be feeling very, very, very frightened that, how are they going to fight for justice? How many of them can go up to the Supreme Court? How many of them will get help? So they should know that there are organizations like AIDWA, there are many activists. They should approach them if they are in trouble. They should feel that they are not alone, and they should come forward and fight and be helped in their fight by all of us. ലോക്സഭയിൽ 48 MPമാരുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. അതിന്റെ നേതാവായ പ്രിയങ്ക ഗാന്ധി എന്ന വനിതയ്ക്ക് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. പക്ഷേ ബിൽക്കിസ് ബാനുവിനായി ഒന്നും ചെയ്തില്ല. പ്രിയങ്ക ഗാന്ധി തിരക്കിലായിരുന്നു, ക്ഷേത്രങ്ങൾ സന്ദർശിക്കാനുള്ള തിരക്കിൽ. മോദി സർക്കാരിനെതിരെ രാജ്യത്തെ കർഷകർ നടത്തിയത് ഐതിഹാസിക സമരമാണ്. ഈ സമരത്തിൽ എവിടെയും കോൺഗ്രസിന്റെ സാന്നിധ്യമുണ്ടായിരുന്നില്ല. കർഷക സമരം പെട്ടെന്നൊരു നാൾ പൊട്ടിപ്പുറപ്പെട്ടതല്ല. മോദി ഭരണത്തിന് കീഴിൽ ഇന്ത്യൻ കാർഷിക മേഖല കടുത്ത പ്രതിസന്ധിയിലായി. കർഷകരുടെ ജീവിതം വഴിമുട്ടി. പ്രതിഷേധിച്ച് തെരുവിലിറങ്ങുക എന്നതല്ലാതെ മറ്റ് മാർഗങ്ങൾ ഇല്ലാതായി. തുടക്കം മഹാരാഷ്ട്രയിൽ നിന്നായിരുന്നു. ചെങ്കൊടിക്ക് കീഴിൽ കർഷകർ അണിനിരന്നു. ലോങ് മാർച്ച് മഹാരാഷ്ട്രയെ മാത്രമല്ല രാജ്യത്തെ ഒന്നാകെ പിടിച്ചുകുലുക്കി. ഫെഡറലിസം ഏറ്റവും ശക്തമായ വെല്ലുവിളി നേരിട്ട കാലമാണ്. സംസ്ഥാനങ്ങളുടെ അധികാരങ്ങളും അവകാശങ്ങളും കേന്ദ്രം കവർന്നെടുത്തു. ന്യായമായി ലഭിക്കേണ്ട സാമ്പത്തിക ആനുകൂല്യം തടഞ്ഞു. രാജ്ഭവനുകളിലിരുന്ന് ഗവർണർമാർ ബദൽ ഭരണം നടത്തി. വനിതാ മന്ത്രിയെപ്പോലും അസഭ്യം പറയുന്ന ഗവർണറെ രാജ്യം കണ്ടു. ഫെഡറലിസം സംരക്ഷിക്കാനായി ദേശീയ തലത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള സമരത്തിന് കോൺഗ്രസ് തയ്യാറായില്ല. കേരളം മുൻകൈയെടുത്ത് ദില്ലിയിൽ ഒരു സമരം സംഘടിപ്പിച്ചു. ക്ഷണിച്ചെങ്കിലും ആ സമരത്തിൽ പങ്കെടുക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല. എന്നാൽ കേരളത്തിന്റെ സമരം ദേശീയ തലത്തിൽ ശ്രദ്ധേയമായി. ഫെഡറലിസം സംരക്ഷിക്കാനുള്ള സമരം ചരിത്രത്തിൽ ഇടം പിടിച്ചു.
കോർപ്പറേറ്റുകളുടെ കള്ളപ്പണം വെളുപ്പിച്ച് BJPക്ക് പണമുണ്ടാക്കാനായി തുടങ്ങിയ സംവിധാനമാണ് ഇലക്ട്രൽ ബോണ്ട്. ഇതിനെതിരെ കോൺഗ്രസ് ചുണ്ടനക്കിയില്ല. മാത്രമല്ല, കോൺഗ്രസ് ഇലക്ട്രൽ ബോണ്ടുകളുടെ ഗുണഭോക്താവുമായി. സുപ്രീം കോടതിയിൽ ഇലക്ട്രൽ ബോണ്ടുകൾക്കെതിരെ നിയമപോരാട്ടം നടത്തിയത് CPIM ആയിരുന്നു. വാദങ്ങൾ ശരിവെച്ച സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ടുകൾ റദ്ദാക്കി. മോദി സർക്കാരിനേറ്റ ഏറ്റവും കനത്ത തിരിച്ചടി. കോൺഗ്രസ് ദില്ലിയിൽ സമരം ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ മാത്രം. ED സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോഴായിരുന്നു സമരം. നെഹ്റു കുടുംബത്തിന്റെ കുടുംബ രാഷ്ട്രീയത്തിനും അപ്പുറത്ത് കോൺഗ്രസിന് ഇന്ന് രാഷ്ട്രീയമില്ല.